ഹായ് ഓൾ, എല്ലാവർക്കും സൈലത്തിന്റെ IT വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. IT പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ, മോഡൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡാറ്റാബേസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസ് ചോദ്യം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കതിൽ ക്വറി തയ്യാറാക്കാനും അതേ ഫോമുകൾ തയ്യാറാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡാറ്റാബേസിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി അവിടെ കാണിക്കാം. നോക്കൂ, ഇതാണ് ചോദ്യം. ഒരു സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ students1.odb എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രഥമ ഭാഷ മലയാളം തിരഞ്ഞെടുത്ത കുട്ടികളുടെ വിവരങ്ങൾ, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് തിരഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വറിയാണ് നമ്മൾ ലിബ്രിയോഫീസ് ബേസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, ക്വറി തയ്യാറാക്കുന്നതിന് വേണ്ടി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ, ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ, എന്തൊക്കെ ഫീൽഡുകൾ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അവിടെ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഫസ്റ്റ് ലാംഗ്വേജ്, ഈ 4 ഫീൽഡുകൾ മാത്രമേ നമുക്ക് അവിടേക്ക് ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. അതിനുശേഷം സെർച്ച് കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു മലയാളം. അപ്പൊ മലയാളം എന്ന് പറയുന്ന ഒരു സെർച്ച് കണ്ടീഷൻ, ആ വേർഡ് മാത്രമാണ് നമുക്ക് അതിൽ നിന്നും ഉപയോഗിക്കുന്നത്. അതായത് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ടേബിളിലെ മലയാളം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് മാത്രം നമുക്ക് കിട്ടണം. അതിനുശേഷം ഈ മാറ്റം വരുത്തിയ ഫയലിൽ നമ്മൾ ഫയലില് സേവ് ആസ് എന്നുള്ള രീതിയിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്യണം. ഇതാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിം ഫയലിൽ നിന്നും മറ്റൊരു ഡീറ്റെയിൽ ആണ് നമ്മളോട് മറ്റൊരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് കോവിഡ് വാക്സിൻ എടുത്ത കുട്ടികളുടെ വിവരങ്ങൾ മാത്രം നമ്മൾ പ്രത്യേകമായി ലഭിക്കാനുള്ള ഒരു ക്വറി തയ്യാറാക്കണം. അതിനും സെയിം ഫയൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? അഡ്മിഷൻ നമ്പർ, പേര്, ക്ലാസ്, വാക്സിനേഷൻ എന്നുള്ള ഫീൽഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ സെർച്ച് കണ്ടീഷൻ നോക്കൂ, വാക്സിനേഷൻ ഈസ് ഈക്വൽ ടു വാക്സിനേറ്റഡ്. അപ്പോൾ ഒരു ടേം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങളും ഒരേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് 2 ചോദ്യങ്ങളും എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫയൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ students1.odb എന്ന ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ ലാബിലൊക്കെ പഠിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ്, ബേസ് എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ബേസ് സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യമേ തന്നെ സേവ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് പോയിട്ടാണ് നമ്മൾ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്ലേസസിലെ അല്ലെങ്കിൽ ഹോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എക്സാം ഡോക്യുമെന്റ്സ് എന്നുള്ള ഫോൾഡർ കാണാൻ കഴിയും. എവിടെയാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ള ഫയലുകൾ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും student1.odb എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫയലിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിബ്രിയോഫീസ് ബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തയ്യാറാക്കി വെച്ച ഡാറ്റകൾ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്വറി എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ള സങ്കേതമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡാറ്റാബേസ് 4 തന്നിട്ടുണ്ട്. ടേബിള്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട് എന്നിവ തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വറീസ് എന്നുള്ളത് സെലക്ട്, അതിനകത്തെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നുള്ളതാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിലാണ് നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് നമ്മൾ നൽകേണ്ടത്. അപ്പൊ നോക്കൂ, ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഫസ്റ്റ് ലാംഗ്വേജ്, ഈ 4 വിവരങ്ങളാണ് നമുക്ക് ക്വറിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഇങ്ങനെ വരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് അവൈലബിൾ ഫീൽഡുകൾ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ക്വറിയിലേക്ക് ആവശ്യമായ ഫീൽഡുകളെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ നോക്കൂ, അഡ്മിഷൻ നമ്പർ എന്നത് പറഞ്ഞിരിക്കുന്നുണ്ട്. ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ഈ ഒരു ഏരോ മാർക്ക്, അതായത് നമ്മളുടെ ക്വറിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ
കുറിയുടെ അകത്തേക്ക് വന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ നോക്കൂ, നെയിം ക്ലാസ് ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പൊ നെയിം എന്നുള്ളത് നമുക്ക് ഇതേപോലെ ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അടുത്തത് ക്ലാസ് ആണ്, അതും നമ്മൾ ആഡ് ചെയ്തു. പിന്നെയുള്ള ക്ലബ്ബുകൾ നമുക്ക് ആവശ്യം, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തൊട്ടടുത്ത ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമായ ഫീൽഡുകളൊക്കെ വന്നു. അഡ്മിഷൻ നമ്പർ, പേര്, ക്ലാസ്, ഫസ്റ്റ് ലാംഗ്വേജ്. ഇനി മറ്റു ചോദ്യത്തിൽ വാക്സിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വാക്സിനേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഇവിടേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമായ ഫീൽഡുകളെ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ സോർട്ടിംഗ് ഓർഡർ ആണ്, നമ്മളോട് സോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മളോട് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, സെർച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ എന്താണ് പറഞ്ഞു നോക്കൂ, ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു മലയാളം. ഇങ്ങനെയാണ് സെർച്ച് കണ്ടീഷൻ. അതായത് ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്നും മലയാളം എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ മാത്രം നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ കാണാം സെർച്ച് കണ്ടീഷൻ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഫീൽഡ് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയ ഫീൽഡുകളുടെ ലിസ്റ്റ് ഇവിടേക്ക് വരും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഫസ്റ്റ് ലാംഗ്വേജ് എന്നുള്ള ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. കണ്ടീഷൻ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു എന്ന് വന്നിട്ടുണ്ട്. തൊട്ടടുത്തത് വാല്യൂ നൽകാനാണ്. എന്ത് വാല്യൂ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു മലയാളം എന്നുള്ള വാല്യൂ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. കാരണം ആ ഫീൽഡാണ് അവിടെ നൽകിയിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കൂ, മലയാളം എന്നുള്ളതിൽ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, വാല്യൂ നിങ്ങൾ അവിടെ പറഞ്ഞത് എന്താണോ അതേ വാല്യൂ ആണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് സെലക്ട് ചെയ്തു, ആവശ്യമായ ഫീൽഡുകൾ ഉൾപ്പെടുത്തി, അതിനുശേഷം സെർച്ച് കണ്ടീഷൻ നൽകി. ഇത്രയും നൽകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അവസാനത്തേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഈ ഒരു തയ്യാറാക്കിയിട്ട ഫോമിൽ നിന്നും ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം തിരഞ്ഞെടുത്ത കുട്ടികളുടെ വിവരങ്ങൾ മാത്രം നമുക്ക് ഒരു ക്വറി ആയിട്ട് ലഭിച്ചു. ഓക്കെ, ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. കാരണം നമ്മൾ തയ്യാറാക്കിയ ക്വറി ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ക്വറികൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മാറ്റം വരുത്തിയ ഫയലില് സേവ് ആസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മൾ ആദ്യമേ തന്നിരിക്കുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്ങനെയാണ്, ഫയൽ മെനുവിൽ നിന്നും സേവ് ആസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എവിടെയാണ് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഹോമിനകത്ത് എക്സാംഡൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ഏത് ഗ്രൂപ്പിലാണോ വരുന്നത് ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾക്ക് 7 മാർക്ക് വളരെ എളുപ്പത്തിൽ ഡാറ്റാബേസിൽ നിന്നും നേടാൻ കഴിയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സെർച്ച് കണ്ടീഷൻ എന്താണ്? വാക്സിനേഷൻ ഈസ് ഈക്വൽ ടു വാക്സിനേറ്റഡ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്രമങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു മലയാളം എന്ന് കൊടുത്തതുപോലെ എന്ത് ചെയ്യണം, വാക്സിനേഷൻ ഈസ് ഈക്വൽ ടു വാക്സിനേറ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതേ സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒരുപാട് പേര് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ഒരു പാഠഭാഗമാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ 7 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഡാറ്റാബേസും അതിലെ ക്വറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.